ശരി പുറത്തായ സിംറ്റംസ് ഉണ്ടാവുമ്പോ ഇത്രയും ബ്ലീഡിങ് ഉണ്ടാവുമ്പോ ബ്ലഡ് ലോസ് വരും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഹായ്. അപ്പൊ നമ്മളിതാ നേരെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ചു മാറ്റില്ലേ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇന്നാണ് ഇമ്മനെ നേരെ അല്ലെ ICU ഇങ്ങോട്ട് നേരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ രാവിലത്തെ നമ്മൾ പോയിരുന്ന് ICU ഞാൻ കയറി കണ്ട്, സിംഗും കയറി കണ്ട്. അത് കഴിഞ്ഞിട്ട് ആവി പിടിക്കുന്ന സാധനം മാസ്ക് ഒക്കെ കൊണ്ട് ഞാൻ കൊടുത്തിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുളിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഡോക്ടർ കൂടി വരാനുണ്ട്. അതായത് ഷെരീഫ് ഡോക്ടർ കൂടി വന്നു കഴിഞ്ഞാൽ മൂപ്പര് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മനെ മാറ്റും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. അത് മാത്രല്ല, മങ്ങൽത്തമ്മ റാശി ഓൺ ദി വേ ആണ് കേട്ടോ. അപ്പൊ മങ്ങൽത്തമ്മനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. മങ്ങൽത്തമ്മനോട് പറയാൻ വേണ്ടി പോകുന്നുണ്ട്. എല്ലാം നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകുന്നേ ഒന്നിലേക്കല്ല, 0ലേക്ക് ആയിരിക്കും. മാം എനിക്ക് തോന്നുന്നു -1. അല്ല മാം എനിക്ക് തോന്നുന്നു ഗൈനക്കോളജിന്റെ ബ്ലോക്കിലേക്ക് പോകണം. അതിൽ നിന്ന് നടന്ന് അപ്പുറത്തേക്ക് പോകണം. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. രമ്യ മാം. ഹലോ, ഹായ് ഹായ്. അതാ ചില ആൾക്കാര് വന്നിരിക്കാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മളെ ലിഫ്റ്റില്. എന്താണ് കാര്യമൊക്കെ അവിടെ റൂമിലേക്ക് എത്തിയിട്ട് സംസാരിക്കട്ടെ. എനിക്ക് 2 വർത്താനം പറയാണ്ട് നിങ്ങളോട്. 2 വർത്താനം പറയാൻ കാണാ. ആരാണ് ഈ ഇരിക്കണ കണ്ടില്ല? നിങ്ങൾ എന്താ ടൈമില് വരണ്ടേ? നിങ്ങളെ മോളതല്ലേ ഒന്നില്ലെങ്കിൽ ഇത് അങ്ങനെ ആകാൻ പാടുണ്ട്. നിങ്ങൾ വന്നറിയണ്ടേ? എന്നാലും അതേ മോശമായി പോയിട്ട്, എന്നാലും മോള് ഇവിടെ കിടന്നിട്ട് നിങ്ങള് ഓപ്പറേഷന് പോലും ഇവിടെ ഇല്ല. എന്തായാലും ഓപ്പറേഷൻ നിങ്ങള് എന്താണ് നിങ്ങൾ അല്ലേ? അത് മോശമായി പോയില്ലേ മറിയ? അത് ഭയങ്കര മോശമായി പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഈ പറയാത്തതല്ല, നിങ്ങൾ കൊണ്ടുവരണ്ടേ വിളിച്ച് നിങ്ങൾ പറഞ്ഞ എന്താ എന്റെ മറ്റന്നാള് ഡേറ്റ് പറഞ്ഞിട്ടില്ല, ഓല് വിളിക്കാന്നാ പറഞ്ഞത്. പറഞ്ഞു തിങ്കളാഴ്ച തന്നെ ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞതല്ലേന്ന് ഞാൻ പറഞ്ഞു. സൺഡേ മൺഡേ കൊണ്ടുവന്ന് അറിഞ്ഞാൽ സൺഡേ മൺഡേ കൊണ്ട് അതെന്താ സാധനോ? എന്താ സാധനം എന്നാ പറഞ്ഞത്? അങ്ങനല്ലേ? അല്ല, നിങ്ങളിത് ഓടി വന്നിട്ട് മോളെന്നാ മൺഡേ അത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, മൺഡേ മോളെ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പോയിട്ട് ഇതാക്കണേ. എന്നിട്ട് നിങ്ങളൊന്ന് കാണാൻ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. വിളിക്കാനാണല്ലോ പറഞ്ഞിട്ടുണ്ടല്ലേ? ഇല്ലേ? അത് മോശമായി പോയി. അത് ഭയങ്കര മോശമായി പോയി. ഫൈനലി നമ്മളമ്മ വരാണ്. കോള് വന്നിട്ടുണ്ട്. കോള് വന്ന പറഞ്ഞ് നമ്മളങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ ഒരുത്ത പ്ലിങ് അടിച്ച് ഇരിക്കണൊക്കെയാ. അടിച്ച് കയറ് പൊട്ടിച്ച് ഓടി വരണ്ടാന്ന്. ഓക്കെ, അപ്പൊ ഉമ്മ എന്തായാലും വരാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലാറപ്പോ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുപോകും. ഓട് ഇങ്ങോട്ട് കൊണ്ടുപോകും. വീൽ ചെയറില? അല്ല, മറ്റേതില് സ്ട്രക്ചറിൽ. വീൽ ചെയറില. എനിക്ക് എങ്ങനെ അറിയാം? ആണോ? ഇതെപ്പ ഈ എന്നോട് പറയാതെ ചോദിച്ചേ? ഞാൻ ചോദിക്കില്ല ആദ്യം. ഞാൻ ചോദിക്കോ ആദ്യം? ആണല്ലേ? അപ്പൊ വരികയാണ്. റെഡി ആയിരുന്നോളി. മംഗലത്തമ്മ അങ്ങോട്ടും തിരിഞ്ഞിരിക്കണം. എന്നിട്ട് റെഡി ആയ നമ്മള് വിളിക്കാം. അപ്പൊ നോക്കിയാ മതി. കേട്ടോ മംഗലത്തമ്മ? വർത്താന റാശിയെ പറഞ്ഞ വയസ്സായിന്നാ? മംഗലത്തമ്മക്ക് വയസ്സായിന്നാ? ഇല്ല, മംഗലത്തമ്മക്ക് 10, 10, 20, 21 വയസ്സ്. ഈ ഓൻ ചെയ്ത മംഗലത്തമ്മ എന്തായാലും നിങ്ങളെ കൂടെ ഞാൻ നിങ്ങളെ കൂടാണ്. ഞാൻ നിങ്ങളെ കൂടാട്ടെ. കയ്യിരി അത് പറയാത്ത റാസിന്റെ പണിയാ മംഗലത്തമ്മ. ഞാൻ അപ്പോഴും ചോദിച്ചതാ. ഞാൻ ഇപ്പൊ തിന്റെതല്ലായ അതായത് ഇൻഫെക്ഷൻ ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റൂല. മനസ്സിലായില്ലേ? കയറ്റുള്ളൂ. അത് ഒരാളെ ഇന്ന് രാവിലെ കയ്യും കാലം പിടിച്ചപ്പോഴാണ് ഓളെ സമ്മതിച്ചത്. മറിയനെ പോലെ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? ഇനിയിപ്പൊ നോക്കി എണ്ണി കുത്തിരിക്കും. നിങ്ങളൊന്ന് എണ്ണി 1 മുതൽ എണ്ണി. ഇപ്പൊ എത്തും ഞമ്മളമ്മ 5 വരെ ആണോ? എണ്ണി മംഗലത്തമ്മ നോക്കാം. നമുക്ക് എത്തുന്നു.
1, നോക്ക്. a 2, a 3, A 3, a 4, a 5, a 6, a 7, 8, 9, എന്താ 10. a 6. ആ ഞമ്മളാളിതാ വന്നിക്കണ് മോളെ. എപ്പടി ഇരിക്ക്? ഹലോ ആണല്ലേ? ഹായ്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതാരാ വന്നിക്കണ നോക്കി. ഞമ്മളെ പരാതി തന്നെ ഇത്രയും നേരം. നിങ്ങൾ എന്തുകൊണ്ട് പറയാഞ്ഞ്? എന്താണ് പറഞ്ഞത്? എന്താണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിട്ട് ഇന്ന് വിളിക്കാതെ ആ കാട്ടിക്കൂട്ടിട്ട് പറഞ്ഞ ഞാൻ കുട്ടിക്ക് നല്ലതല്ലേ ചെയ്തത്? അല്ല ഇത് നല്ല പുതുമ അല്ലേ? അമ്മച്ചേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ നിങ്ങൾ മുണ്ടരുത്. നിങ്ങൾ ഒക്കെ നമ്മളോട് നോക്കിയിരുന്നാ മതി അമ്മച്ചേ, വർത്താനം പറയണ്ട. മംഗലത്തമ്മ നിങ്ങൾ സംസാരിപ്പിക്കണ്ട. നിങ്ങൾ പോയി വരി ഫുഡ് കഴിക്കാം നമുക്ക്. മംഗലത്തമ്മനെ മുന്നേ കൊണ്ടുവരാത്തതിന്റെ കാര്യം ഇതാണ്. നിങ്ങൾ ഫുഡും കഴിക്കുന്നില്ല, ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് നിങ്ങളെ നോക്കാൻ ഇവിടെ വേറെ ആളെ കൊണ്ടുവരും. ചെല്ലി കാശി കൊണ്ടേക്കാം, കാശി കൊണ്ടേക്കാം. ആ പോയിക്കോളി. അതെ ചെല്ലു. ഞങ്ങൾ ഇവിടെ നിൽക്കാം. വേഗം പോയി വരണേ. നിങ്ങൾ ഫുഡ് കഴിച്ചു വരണേ. ആ ശരി. ആ ഈ കളിയാക്ക ഈ ഇമ്മനൊന്ന് ജസ്റ്റ് പൊക്കി നമ്മള് എന്താ ചെയ്യാൻ പോണ്? കൊടുക്കാൻ പോണ് കഞ്ഞി. അതെ, കഞ്ഞി കൊടുക്കാൻ വേണ്ടി പോവാണ്. റാശി എരിവ് കൂട്ടി കൊടുക്കല്ലേ? ആ കൊടുത്തോളൂ. നമ്മളിങ്ങനെ രമ്യ മാമിനെ കാണാൻ വേണ്ടി വന്നല്ലേ, പീഡിയാട്രീഷ്യൻ ബിൽഡിങ്ങിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? നല്ല രസമുണ്ടല്ലേ കളർ? ആ പിങ്ക് അല്ലേ? ഒരു ഗേളി വൈബ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക. അതെ കുട്ടികളും ഒരു കിഡ്സ് ആൻഡ് വുമൺ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി കണ്ടില്ല. ഫുൾ പിങ്കിഷും വൈറ്റ് കൂടെ ആയിട്ടുള്ള ആ ഒരു തീം പിടിച്ചു പോയിട്ടുണ്ട്. നമ്മളെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാല് രമ്യ മാമാണ് ഇമ്മന്റെ യൂട്രസ് റിമൂവ് ചെയ്ത്. യൂട്രസ് ആണോ? എനിക്കെന്താ കറക്റ്റ് അറിയൂല കേട്ടോ. യൂട്രസ് ആണോ? അതെ, റാശി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ എങ്ങനെയായിരുന്നു ഉമ്മന്റത്? എന്താണ് അതിന്റെ? എനിക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിക്കാം. ഉമ്മയ്ക്ക് ഫൈബ്രോയിഡ് ആയിരുന്നല്ലോ, ഉമ്മയ്ക്ക് ബ്ലീഡിങ് ആയിരുന്നല്ലോ പ്രശ്നം. അപ്പൊ ഉമ്മയ്ക്ക് ഗർഭപാത്രത്തിനകത്ത് കുറെ മുഴകൾ ഉണ്ടായിരുന്നു. അപ്പൊ ചില മുഴകൾ ഗർഭപാത്രത്തിനകത്തേക്കൊക്കെ വളരുന്നതായിരുന്നു. അതുകൊണ്ടായിരുന്നു തോന്നുന്നു അത്രയും ബ്ലീഡിങ് വന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പ്രായത്തില് കുറെ മുഴകളൊക്കെ ഉണ്ടാവുമ്പോൾ ബെറ്റർ സർജറി ആണ് എന്ന് പറയും. പേഷ്യന്റ് സിംറ്റമാറ്റിക് ആണെങ്കിൽ ഇപ്പൊ എല്ലാ കേസിലും നമ്മൾ സർജറി ചെയ്യണമെന്ന് പറയില്ല. പക്ഷെ സിംറ്റംസ് ഉണ്ടാവുമ്പോ, ഇത്രയും ബ്ലീഡിങ് ഉണ്ടാവുമ്പോ ഇപ്പൊ ബ്ലഡ് ലോസ് വരും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മള് മുഴകൾ ഉണ്ടാവുമ്പോഴും. അതെ. അപ്പൊ ഇത് എടുക്കുന്നത് ഈസി ആയിരുന്നു അമ്മൻ്റെത്? നമ്മള് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത്. അപ്പോ അത് ടെക്നിക്കലി കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ സ്ഥിരം ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓപ്പൺ സർജറിയും ചെയ്യാം, ലാപ്രോസ്കോപ്പിയും ചെയ്യാം. പക്ഷെ ലാപ്രോസ്കോപ്പി ആകുമ്പോൾ പേഷ്യന്റ് കുറച്ചുകൂടി സുഖമായിരിക്കും. കാരണം കീ ഹോൾ ആണ്, പറഞ്ഞ പോലെ ഒരു കീ ഹോൾ അത്രേനെ ഉണ്ടാവും. റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം നെക്സ്റ്റ് ഡേ മുതൽ പേഷ്യന്റ് എഴുന്നേറ്റ് നടക്കാം. മറ്റേതാകുമ്പോൾ ഒരു വലിയ ഇൻസിഷൻ ഇടും. അതായത് നമ്മൾ സിസേറിനൊക്കെ ചെയ്യണ പോലത്തെ ഇൻസിഷൻ ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി പെയിൻഫുൾ ആവും. പിന്നെ കുറെ മാസത്തോളം അതിന്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ലാപ്രോസ്കോപ്പി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അധികം റെസ്റ്റ് പെയിൻ കുറച്ചുകൂടി കൂടുതലാവും. ഇനി ഇമ്മന്റെ എങ്ങനെ ആയിരിക്കണം ഇനി കമ്മിങ് ഇതിലേക്ക്? എത്ര മാസത്തേക്ക് റെസ്റ്റ്? അതേപോലെ തന്നെ നമുക്ക് എങ്ങനത്തെ പണികൾ എടുക്കാൻ പറ്റും? അങ്ങനത്തെ ലാപ്പല്ലേ ചെയ്തേ. അപ്പൊ അവനവന്റെ ജോലികളൊക്കെ, അവനവന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ തടസ്സമൊന്നുമില്ല. നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ഞങ്ങൾ നടക്കാനൊക്കെ പറയും. മൂത്രത്തിന്റെ ട്യൂബൊക്കെ എടുത്ത് മാറ്റും. സോ ദാറ്റ് അവര് തന്നെ പോയിട്ട് മൂത്രമൊഴിക്കട്ടെ. ഒരു മോഷൻ പാസ് ചെയ്യാൻ ഇത് വരാൻ വേണ്ടി നമ്മൾ വെള്ളം നല്ലോണം കുടിക്കാനും അതിന്റെ മരുന്നുകളൊക്കെ കൊടുക്കും. പിന്നെ പതുക്കെ നമ്മൾ ടാബ്ലറ്റ്സും ഇതൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരും. ഒരു 3-4 തേർഡ് ഡേ ഒക്കെ യൂഷ്വലി നമ്മൾ ഡിസ്ചാർജ് ആക്കാറുണ്ട്. മോഷനൊക്കെ പാസ് ചെയ്താല് തേർഡ് ഡേ ഡിസ്ചാർജ് ആവാം. ഓക്കെ. അപ്പം ഇനി വീട്ടിൽ കൊണ്ടുപോയാലും നമ്മളൊക്കെ പണിക്ക് ഇറങ്ങണം അല്ലേ? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഉമ്മയ്ക്ക് ഉമ്മയുടെ ജോലി ഇപ്പൊ ഈവൻ പാചകമൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഹെവി ആക്ടിവിറ്റീസ് വേണമെങ്കിൽ
കുറച്ച് നാള്. പിന്നെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ റെസ്റ്റ് കൊടുക്കന്നെ വേണമല്ലോ. അതെ 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 അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ ഇനി രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റാഷി ഉണ്ട്, സെയ്ബ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ടല്ലോ, ഒപ്പുണ്ട്. ഞാൻ പിന്നെ ഇവർക്ക് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ചെറിയ പേരുണ്ട്, അത് നമ്മളെ ഭാഗത്തൊരു ഭാഗം മുറിച്ചതിനെ കൂടെ കഴിയുമ്പോഴത്തേക്കും മാറിക്കോളും. പിന്നെ എന്താ ചെന്നല്ല നമ്മൾ ഇഞ്ചക്ഷൻസ് ഒക്കെ ആയിരുന്നല്ലോ, ഒക്കെ ഒന്ന് ടാബ്ലറ്റ് ആക്കി. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം. ഇനിയിപ്പോ വെള്ളം കുടിക്കുന്നത് ഒന്നും സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ്. നാളെ മുതൽ സാധാരണ ഭക്ഷണം കഴിക്കാം. എന്ന് വെച്ചാൽ ഹെവി ഫുഡ് വേണ്ടാന്ന് പറയും ഒരു 2 weeks. ബിക്കോസ് വയറിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതും കൂടി ആവുമ്പോൾ ബുദ്ധിമുട്ടാവും. എനിവേ താങ്ക് യു സോ മച്ച്. ശരി. മഴിഞ്ഞെടുത്ത മഴയാക്കി നിങ്ങൾ ഇന്നെ കണ്ട. ഞാൻ അതിന്റെ ഇടയ്ക്ക് പോയിട്ട് ഇവിടെ 3 ആൾക്കാരുണ്ടല്ലോ, അപ്പൊ ജസ്റ്റ് പോയിട്ട് ഇന്നോട് അവിടുത്തെ മറ്റേ കാക്ക പറഞ്ഞ് ഇത് എന്താ പറയാ, എന്താ എന്നെ മുടി എന്താണ് കോലെന്ന്. അപ്പൊ ഞാൻ പോയിട്ട് മുടി കെട്ടി. ഒരു കാക്ക എന്തോന്റെ പഠിച്ചോ. ഇപ്പൊ എന്താ കുഴപ്പമില്ലല്ലോ. അതാ പറഞ്ഞത്. റാഷിയ ഓനതിന് കുളിക്കൂല, ഒരു പണി കൊടുക്കൂല. എന്ത് ചെക്കനാ ഓനെന്നറിയോ? എന്താടാ ഈ തന്നെ അതന്നെ ആണ്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഓഹോ അങ്ങനെ ഫുൾ അഡ്രസ് പറഞ്ഞു കൊടുക്കണ എന്തിനപ്പൊ? അല്ലാന്ന് സർജറി കഴിച്ചത് അതൊക്കെ കഴിഞ്ഞ് ഇമ്മതാ തുള്ളി ചാടിയേക്കുണ്ട്. അതാ മങ്ങനത്തമ്മ നിങ്ങള് പിടിക്കണ്ടട്ടാ, നിങ്ങക്ക് പിടിക്കാതെ നിങ്ങള് ആരും നിങ്ങള് എണ്ണീറ്റ് നടന്നിട്ട് പിടിക്കട്ടാ. നോക്കണോക്കെ അതമ്മ നടക്കുന്നു. ഉമ്മച്ചിയാ ഇത് നിങ്ങൾ ആലോചിച്ച് വെച്ചോളട്ടെ. വേറൊരു കാര്യം എന്താ അറിയോ, നിന്റെ മുത്ത് പ്രസവിക്കുമ്പോ നിങ്ങളാണ് ഇതേമാതിരി നടത്തിക്കും നോക്ക് ശുശ്രൂഷിക്കൊക്കെ വേണ്ട കേട്ടാ. അതന്നെ ഇതിപ്പോ ഇത് കണക്കിന് എഴുതി വെക്കണം അല്ലേ? ഡയറിയിലെ മകത്തമ്മ എന്താ നോക്കണേ? എന്തേ ശരിയാണ്. ഡയറിയിൽ കുറിച്ച് വെക്കണം കേട്ടങ്ങള്. അതെ ഞമ്മളിപ്പോ ഇവിടുന്ന് പോവുകയാണെങ്കിൽ കുറച്ചേരത്തേക്ക് രാവിലത്തേക്ക് വരെ പോവുകയാണെങ്കിൽ തന്നെ നോക്കിക്കോളണം മര്യാദക്ക് കേട്ടോ. ഇതേപോലെ കണ്ടില്ല എന്റെ സിംഗിമോള് നോക്കണ പോലെ നോക്കിയേക്കണം കേട്ടോ. വെറുപ്പിക്കരുത്, വെറുതെ വർത്താനം പറഞ്ഞ് വെറുപ്പിച്ചു കൊടുക്കരുത്. വലിപ്പം വെപ്പിച്ചിട്ടാ വെപ്പിച്ചില്ലേ? ഇങ്ങനെ കിടക്കുമ്പോഴാണ് എന്റെ ഈ മാഞ്ഞാലം. ഇപ്പൊ ഞമ്മള് പുറത്തായ വിളിക്കുമ്പോ നിങ്ങൾ സംസാരിക്കരുതിട്ട് വിളിക്കാം. നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ വിളിക്കാം. ഓക്കെ നമ്മള് പോട്ടെ. കഞ്ഞിയൊക്കെ കുടിച്ചില്ലേ? കഞ്ഞിയൊക്കെ കുടിച്ചില്ലമ്മ? സെറ്റ്. എന്താണ് എന്താ ഞമ്മള് പോട്ടെ എന്നാല്. നിങ്ങൾ വെറുപ്പിക്കരുതിട്ടാ, പറഞ്ഞ അറിയാലോ. ഫുഡ് കറക്റ്റ് ടൈമില് മരുന്ന് കറക്റ്റ് ടൈമിൽ ഒക്കെ കൊടുക്കണം കേട്ടോ. റാഷിയ ഉറങ്ങരുത്. ഒലിവോ പോട്ടെ. എന്താണ് അത് വെക്കാം പോട്ടെ. അതെ നമ്മൾ ഇന്ന് പോവാൻ പോണല്ലേ, നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ തൊട്ടടുത്തുണ്ട്. അപ്പൊ അവരടുത്തേക്ക് രാത്രി അതെ അവരടുത്തേക്ക് ഒരു പുതിയ ഫ്ലാറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മളെ വിളിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് അവിടെ നിൽക്കുന്നത്. ഇന്ന് 2 അന്തേവാസികൾ പുതിയത് ഇവിടെ വന്നിക്കണല്ലോ. ഉമ്മനെ മര്യാദക്ക് നോക്കിയ ആൾക്കാണ് തങ്ങള്. നമ്മള് താഴത്ത് വെച്ച ചെറിയ ഊട്ട അറിയാ കോട്ട കൂട്ടാം അറി കൂട്ടാ കോട്ട. നീങ്ങ എവിടെയാണ് സ്ഥലം? ആന്ധ്രാപ്രദേശിലെ ഏലൂര്. അരി കൂട്ടാം കോട്ടയൂട്ടാം എല്ലാം. അതെ നോക്ക് ഉറങ്ങരുത് റാഷിയ. നമ്മളങ്ങനെ ഉറങ്ങാന്നല്ലേ നമ്മളെ ശ്രദ്ധിക്കണം. എന്ത്
അങ്ങനെ ഉറങ്ങുള്ളൂ. റാശി ചെറുപ്പിക്കരുതിട്ടോ റാശിയെ. പോട്ടെ വാ നമുക്കിറങ്ങാം. വാ മോളെ. നമ്മളിതാ എത്തിയിരിക്കുകയാണ്. വെല്ലടിക്കുക വെല്ലടിക്കുക. ഇതെന്താണിത്? അതെ ഹലോ വെൽക്കം ടു ദി വെൽക്കം ടു യുവർ ഹൗസ്. ഇത് യാസിന്റെ ഫ്ലാറ്റ്. ഞാൻ വലത് കാലം വെച്ചത്. ആ എവിടെ ഇവളെവിടെ? ദാ മാഷാ അല്ലാ അടിപൊളിയാണല്ലോ, വൈബാണല്ലോ. അതെ ഫുള്ള് കാടും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എടാ ഇത് ഒറിജിനലാ? ചെടികള് ഒറിജിനൽ. ഹലോ ഹായ്, ഹൗ ആർ യു? അപ്പൊ ഇതാണ് ഇവരുടെ കൊട്ടാരം അല്ലേ? ആളെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളിതാ യാസിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പെരുന്തൽമണ്ണ, നമ്മള് കോട്ടക്കലായിരുന്നല്ലോ. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നു. രാവിലെ നേരത്തെ പോയിട്ട് അടുത്തേക്ക് പോകുന്നു. അപ്പൊ എന്തായാലും അല്ലെ ഇന്നത്തെ കാര്യങ്ങൾ ഇത്ര ഉള്ളു അല്ലേ മറോ? നമ്മൾ ഇനി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇതൊക്കെ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇന്ന് പ്രജിനിന്റെ 2-3-4 ദിവസമായി ഇവിടെ ഫുഡ് പാട്ട് ഇതാ ഇവിടെ ഫുള്ള് ഓന് പാട്ട് പാടാൻ വേണ്ടി ഫുള്ള് സാധനങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇന്ന് സംഗീത കച്ചേരി നമ്മൾ കേട്ടിരിക്കുന്നു. ഫുഡ് നല്ല അടിപൊളി ചോറും ഇതൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തേക്കില്ല ബൈ. നാളെ എന്താ അവിടെ പോയിട്ട് നോക്കാം നമുക്ക്. മങ്ങട്ടം എന്തായാലും അവിടെ ഉണ്ട്, റാശി ഉണ്ട്. ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം. ബൈ.